ഇന്നിപ്പോൾ ഈ ജനം ടി വിയുടെ തത്സമയ സംപ്രേഷണത്തിൽ ഭാഗമാകാൻ ആചാര സംരക്ഷണ സമിതിയുടെ കൺവീനറായ പൃഥ്വിപാൽ കൂടി ചേരുകയാണ്. പൃഥ്വിപാൽ മുൻപും ശബരിമല തത്സമയ സംപ്രേഷണത്തിൽ പ്രത്യേകിച്ച് മകരവിളക്കുമായി ബന്ധപ്പെട്ട് ജനം ടി വി നടത്തുന്ന വളരെ വിശാലമായ തത്സമയ സംപ്രേഷണത്തിന്റെ ഭാഗമാകുന്നതാണ്. നേരത്തെ 2018 നടന്ന ആചാര സംരക്ഷണ സ്വാമിയെ ശരണമയ്യപ്പ. സ്വാമിയുടെ സവിധമടക്കം ലോകം മുഴുവൻ മണൽത്തരികൾ പോലും ശരണമന്ത്രങ്ങൾ പൊഴിക്കുന്ന ആ ഒരു സുദിനമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. മകര സംക്രമ മുഹൂർത്തം സമാഗതമായിരിക്കുന്നു. സംക്രമ പൂജ സന്നിധാനത്ത് ശ്രീകോവിലിൽ സംക്രമ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംക്രമ സന്ധ്യയിൽ പന്തള രാജകുമാരന് ചാർത്തുവാനുള്ള പൊന്നിൻ തിരുവാഭരണങ്ങളും അടങ്ങിയ പേടകങ്ങളും വഹിച്ചുകൊണ്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര കഴിഞ്ഞ ജനുവരി 12-ാം തീയതി കാടും മേടും കാട്ടാറും കാനനപാതകളും നാടും നാട്ടിടവഴികളും നഗരങ്ങളുമൊക്കെ താണ്ടി ഇന്ന് ഒരു രാവിലെയോടുകൂടി നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുകൂടി കടന്നു വന്ന് കാട്ടുപാതയിലേക്ക്, അതായത് അട്ടത്തോട് ഇറക്കമിറങ്ങി വനവാസി സഹോദരങ്ങളുടെ അവരുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പരമ്പരാഗത പാതയിലൂടെ ഇന്ന് ഇപ്പോൾ സന്നിധാനത്തേക്കുള്ള പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. ഭക്തിസാന്ദ്രമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഏതാനും നിമിഷങ്ങൾക്കകം ഭഗവാന്റെ പൊന്നിൻ തിരുവാഭരണങ്ങൾ പന്തള രാജാവ് മകനെ രാജകുമാരനായി, വില്ലാളി വീരനായി, തൻ്റെ യുവരാജാവായി കാണണമെന്നുള്ള ആ മോഹം സഫലമാക്കുവാനുള്ള പന്തള രാജാവിൻ്റെ, രാജശേഖര രാജാവിൻ്റെ ഇംഗിതം അത് നിവർത്തിച്ചു കൊടുക്കുവാനുള്ള ആ ഒരു വരപ്രാപ്തി, അതിനുള്ള അവസരം കൂടിയാണ്. ജനമനസ്സുകളിൽ ആധ്യാത്മികതയുടെ ചക്രവർത്തിയായി വാഴുന്ന ഭഗവാൻ ശ്രീ മണികണ്ഠൻ്റെ യുവരാജാവായിട്ട്, ഇന്ന് ആധ്യാത്മികതയുടെ രാജാവായിട്ട് ചക്രവർത്തി പദത്തിലേക്ക് ഭഗവത് ദർശനം ഭക്തർക്ക് കൊടുക്കുന്ന ആ ഒരു അസുലഭ മുഹൂർത്തം സമാഗതമാവുകയാണ്. ഇന്ന് ഇപ്പോൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഏറെ പങ്കുവയ്ക്കാനുള്ളത് പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള ആചരണങ്ങൾ, അതിൻ്റെ വലിയ വിശേഷങ്ങൾ ഭക്തരോട് പങ്കുവയ്ക്കാനുണ്ട്. വിശേഷങ്ങൾ എന്നല്ല, ആ ഭക്തിയുടെ പാരമ്യത്തിൽ നടക്കുന്ന അസാധാരണമായ ചടങ്ങുകൾ, വ്രതധാരണം മുതൽ മാലയിടുന്നത് മുതൽ ഗുരുഭൂതന്മാരുടെ മുന്നിൽ നമസ്കരിച്ച് മുദ്രാധാരണം നടത്തി ശരണമന്ത്രങ്ങളോടുകൂടി മണ്ഡലവ്രതമനുഷ്ഠിച്ച് ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ ദിവസം മുതൽ തിരുവാഭരണങ്ങളുമായി തിരിച്ച് പന്തളത്തെത്തി ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ തിരികെ എത്തുന്നത് വരെയുള്ള വിശാലമായ ചടങ്ങുകൾ. ഇത് ഒരു ശബരിമലയുടെ മകരവിളക്ക് ഉത്സവം നടത്തുവാനുള്ള രാജാവിൻ്റെ രാജപ്രതിനിധി നടത്തുന്ന വിശേഷമായ ഉത്സവ ഘോഷയാത്രയാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു മകരവിളക്ക് ഒരു മണ്ഡലകാലത്തിൻ്റെ സമാപനമാണ് മകരവിളക്കെന്ന്. നേരെമറിച്ച് ഇത് ഒരു സമാപനമല്ല, മകരവിളക്കിൻ്റെ ഉത്സവം നടത്തുവാനുള്ള ഇന്ന് തുടങ്ങിയുള്ള ഉത്സവ ആഘോഷങ്ങളാണ്. ശബരിമലയിലെ പരമ്പരാഗത ചടങ്ങുകൾ ആരംഭിക്കുന്നത് തന്നെ ഇന്നത്തെ സംക്രമ പൂജയോടുകൂടിയാണ്. മകരസംക്രമ ദിവസത്തെ സംക്രമ പൂജ, ആ സംക്രമ പൂജയ്ക്കു ശേഷം നടക്കുന്ന ദീപാരാധന, ആ സംക്രമ ദീപാരാധനാ മുഹൂർത്തത്തിലാണ് ഭഗവാന്റെ പൊന്നിൻ തിരുവാഭരണ പേടകം 18-ാം പടി കടന്ന് സോപാനത്തിലേക്ക് ഗുരുസ്വാമിമാർ അത് മേൽശാന്തിയെയും തന്ത്രിയെയും ഏൽപ്പിച്ച് മേൽശാന്തി അത് ഏറ്റുവാങ്ങി ഭഗവാന്റെ തിരുവിഗ്രഹത്തിൽ ചാർത്തിയുള്ള ദീപാരാധനയും, അതിനുശേഷം അങ്ങ് ചക്രവാളത്തിൽ മകരനക്ഷത്രം തെളിയുകയും മകരജ്യോതിസ് കണ്ടു വണങ്ങി ഭക്തർ മലയിറങ്ങുന്ന ഈ ഏറ്റവും പുണ്യമായ ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ജനം ടി വിയുടെ പ്രേക്ഷകരടക്കം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ തത്സമയ സംപ്രേഷണത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ഭക്തരെല്ലാം തന്നെ അതോടൊപ്പം സന്നിധാനത്തും വിവിധ വ്യൂ പോയിന്റുകളിലും ഭക്തർ കാത്തിരിക്കുകയാണ്. ആ ശരണമന്ത്രങ്ങളോടുകൂടി ഇപ്പോൾ ഞാൻ ഈ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ചിട്ടാണ് ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. ഈ സന്നിധാനത്ത് എത്തിച്ചേർന്ന സമയത്ത് വഴിത്താരകളിലെല്ലാം ശരണം വിളികളുമായി കാത്തുനിൽക്കുന്ന ഭക്തരുടെ തൊഴുകൈകളോടുകൂടി ശരണം വിളികളുമായി അനേകം സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലെ പൊതു വഴികളിലെയൊക്കെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെയൊക്കെ ചില പ്രത്യേക സ്ഥലങ്ങളിലെ തിരുവാഭരണ പേടകം തുറന്ന് ഭഗവാന്റെ തിരുവാഭരണങ്ങൾ ദർശിക്കുവാനുള്ള അവസരമുണ്ട്. അതിനുശേഷം ഈ പേടകം ലാഹയിൽ വെച്ചിട്ടാണ് അവസാനമായി തുറന്ന് ദർശനമുള്ളത്. ലാഹ ഫോറസ്റ്റ് സത്രത്തിൽ വെച്ചിട്ടാണ്. അതിനുശേഷം പേടകമടച്ച് കാനനപാതയിലേക്ക് കടന്നാൽ പിന്നീട് തിരുവാഭരണങ്ങളുടെ ദർശനം നടക്കുന്നത്, തിരുവാഭരണം ചാർത്തിയുള്ള ഭഗവാന്റെ തിരുവിഗ്രഹത്തിൽ ചാർത്തിയുള്ള ദർശനമാണ് നടക്കുന്നത്. ഈ ദർശന പുണ്യം നേടുവാനായിട്ട് ആയിരക്കണക്കിന്
ഭക്തരാണ് അക്ഷമരായിട്ട് ഭക്തിപൂർവ്വം ശരണം വിളികളോടുകൂടി അവരെ പ്രതിസന്ധികളെ ഒന്നും വകവയ്ക്കാതെ ഇവിടെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് അധികൃതരെങ്കിലും തന്നെ അക്ഷമരായിട്ട് അവർ കാത്തിരിക്കുകയാണ്. ശരണമന്ത്രങ്ങളോടുകൂടി ഭജനകൾ പാടി ഈ പാതയോരങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ കാത്തിരിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് പ്രതിപാൽ ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ പൊന്നമ്പലമേട് ദൃശ്യമാകുന്ന ഓരോ സ്ഥലത്തും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ പർണശാലകൾ തീർത്ത് അങ്ങനെ കാത്തിരിക്കുകയാണ്. അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വർഷം തുടങ്ങുന്നത് ഒരു മകരവിളക്ക് ദിനത്തിലാണ്. ഒരു മകരവിളക്ക് മഹോത്സവ ദിനം മുതൽ അടുത്ത വർഷത്തെ മകരസംക്രമ സന്ധ്യ വരെയുള്ള ഒരു കാലയളവാണ് അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വർഷം എന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ദിവസം അങ്ങേയറ്റം പ്രാധാന്യത്തോടെ അയ്യപ്പ ഭക്തന്മാർ കാണുന്നു. ഒപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മകരസംക്രമ സന്ധ്യയും ഈ ദിവസവും ഭാരതമെന്ന ഈ മഹത്തരമായ രാഷ്ട്രം അത് വ്യത്യസ്തമായ പേരുകളിൽ, തമിഴ്നാട്ടിലത് പൊങ്കലാണെങ്കിൽ മറ്റ് ഉത്തരഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ മറ്റു പേരുകളിൽ, അങ്ങനെ ഒരു ഏകതയുടെ, ഈ നാടിൻ്റെ ഏകതയുടെ ഒരു ഉത്സവം എന്ന നിലയിൽ കൂടി നമുക്ക് ഈ മകരസംക്രമ ദിനത്തെ നോക്കിക്കാണേണ്ടതുണ്ട്. ഇപ്പോൾ